നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഞാനിവിടെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാൾ ഉപരി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അടുത്ത തലമുറയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ. പോൾ വാഷർ പറഞ്ഞൊരു വാചകമുണ്ട്, ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടതാണെന്ന് അങ്ങ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പം അല്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ രക്ഷിക്കപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ ആളുകളോട് ചോദിച്ചാലും മോനെ രക്ഷിക്കപ്പെട്ടതാണോ? അതെന്താ? പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ. പക്ഷെ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് ഇവന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ അത് അറിയത്തില്ല. ചിലപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതായിരിക്കും, എന്നാലും അവൻ എന്തില്ല, അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സമൂഹത്തിലും ഈ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ കാലയളവിലും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു തലമുറ മാറുമ്പോൾ ഈ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പം പലപ്പോഴും മാതാക്കൾ വന്നിട്ട് എന്നെ പറയും, എൻ്റെ പൊന്നു സാജു സാറേ, ഈ സാധനം ഒരു 15 കൊല്ലം മുമ്പേ കേട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളർന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പരിപാടിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, കർത്താവ് എന്തെങ്കിലും ചെയ്യുക. കാര്യം എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു കൃത്യമായ വേദപുസ്തകപരമായി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാത്ത ഒത്തിരി പേര് നമ്മുടെ സഭകളിൽ ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ, കാര്യം നമ്മുടെ അബദ്ധങ്ങളെപ്പോലും സുബദ്ധമാക്കി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അവരെ പിന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമല്ലോ ഉണ്ടോ? ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ, ഞാൻ ഇന്നൊരാളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു കൗൺസിലിംഗ്, അപ്പം ഞാൻ പറഞ്ഞ് അപ്പം എന്തെങ്കിലും ഒരു പ്രൊഫഷനിലുള്ള ആൾ ചെയ്യുന്ന ജോലിക്കൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചോളം പുള്ളി പറയുന്നത്, എനിക്കങ്ങ് പേടിയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോകുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഒരു കൈൻഡ് ഓഫ് സൈക്കിക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്യാട്രി പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ പറഞ്ഞു, എന്നാലും അങ്ങനൊരു ഭീതി അല്ലേ, ഇത് ശരിയാവുമോ? അപ്പം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായില്ലെന്നിരിക്കും, പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനകത്തൊരു പാളിച്ച ഉണ്ടെങ്കിൽ പോലും കർത്താവ് എന്ത് ചെയ്തോളും, അത് ശരിയാക്കി തരും. ഞാൻ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് പറഞ്ഞത്. കാര്യം നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ. അതിന് പകരം പേടിയല്ല ആവശ്യം, നമുക്ക് ആശ്രയമാണ് ആവശ്യം. എൻ്റെ ചിന്ത, ദൈവം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഓരോ സാഹചര്യത്തിൽ കടത്തി വിടുന്നതിൻ്റെ എല്ലാം കാരണം അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡിസാസ്ട്രസ്സായിട്ട് നമുക്ക് തോന്നുന്ന, എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല, നമ്മളെ വളർത്തിയെടുക്കാനായിട്ട് പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തി വിടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഈ തലമുറകൾക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ട്രഡീഷണൽ ചർച്ചസിലെല്ലാം പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, വിശ്വാസ സമൂഹങ്ങളിൽ പോലും പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ വളർന്നു വരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കുഞ്ഞുങ്ങളാ ഇല്ലെന്നല്ല, പക്ഷേ യേശുവുമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ, അവർ സഭയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ആ ഒരു എൻകൗണ്ടർ ഇല്ലാതെ അവർ വളർന്നു വരും. ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസപ്ഷൻ, ഇവരൊക്കെ നല്ല പിള്ളേരുമായിരിക്കും. തല്ലിപ്പൊളി പിള്ളേരാണെങ്കിൽ നമ്മളൊന്നുമല്ല പിന്നെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ ഇത് നമ്മളങ്ങ് ചിന്തിച്ചു പോകും, കാര്യം ഇവർ നല്ല പിള്ളേരാ. പക്ഷേ നല്ല പിള്ളേരായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇല്ലേ? ഞാനൊരിക്കലും ഒരു യൂത്ത് ക്യാമ്പിന് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞാൻ 3 ദിവസത്തെ ക്ലാസ്സാണ്, 3 ദിവസം ഇതാണ്. അപ്പം ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. 400 പിള്ളേരുണ്ട്, യങ് പിള്ളേരാണ്, ഇന്ത്യക്ക് പുറത്താണ്, ഗൾഫിലാണ്. ഫസ്റ്റ് ഡേയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പം സംഘാടകൻ എൻ്റെ അടുത്ത് തോന്നി, ബ്രദർ എന്തിനാണ് ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത്? കാര്യം ഇതൊക്കെ അവിശ്വാസികളെടുത്ത് പഠിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ഇച്ചിരി ചെറുപ്പമായിരുന്നു, ഒരു 10-20 വർഷം മുമ്പാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ പിള്ളേരൊന്നും വീണ്ടും ജനിച്ചതല്ല, അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. ഇന്നാണ് ഞാൻ അത്രയും ഹാർഷായിട്ട് ചിലപ്പോൾ പറയത്തില്ല, പക്ഷേ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല പിള്ളേരാണോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. നല്ല പിള്ളേർ വേറെ, വീണ്ടും ജനിക്കുന്നത്
വേറെ. വീണ്ടും ഞാൻ അനുഭവത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് എടുക്കാൻ നമുക്കിന്ന് നേരമില്ല, അതില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല കുഞ്ഞുങ്ങൾ ചിലപ്പം ചിന്തിക്കും, നല്ല കുഞ്ഞുങ്ങളും ചിന്തിക്കും, അവരുടെ അമ്മമാരും അപ്പന്മാരും ചിന്തിക്കും ഇവർ രക്ഷിക്കപ്പെട്ടതാണെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. മോശപ്പെട്ട പിള്ളേരാണെങ്കിൽ ഒന്നുമില്ല, അവനും ഒരു ചിന്തയുണ്ട്, ഞാൻ ചിലപ്പോൾ നരകത്തിൽ പോകും നോക്ക്. പക്ഷേ ഈ നല്ല പിള്ളേർക്ക് അങ്ങനെ പോലും ഇല്ല. എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അതിന് ഒരു കാരണം, ഇപ്പം നമ്മൾ ഈ യഹൂദന്മാരുടെ കാര്യം തന്നെ ആലോചിച്ചാൽ, യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും പ്രത്യേകിച്ച് പരീശന്മാരും ഒക്കെ ചിന്തിച്ചിരുന്നത് അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നതാണ്. അവർക്കൊരിക്കലും വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല അവർ സ്വർഗത്തിൽ പോകത്തില്ല എന്ന്. കാരണം അവരുടെ ചിന്ത ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളല്ലേ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൻ്റെ വിശ്വാസം പറഞ്ഞാൽ നമ്മളെ ഭാഷ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം മതി, ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെടാനെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. ഇഫ് യു ആർ എ സൺ ഓഫ് എബ്രഹാം യു ആർ സേവ്ഡ്. ഇന്നിപ്പം നമ്മൾ വന്ന് ചിലപ്പം അബ്രഹാമിൻ്റെ കാലം വരെ ഒന്നും പോകണ്ട, അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അത് മതി എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഉണ്ടാകും. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള അതൊരു പദവി, അത് തീർച്ചയായിട്ടും അതിനകത്ത് കാര്യമുണ്ട്. പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, യഹൂദൻ എന്ത് വിശേഷത സകല വിധത്തിലും ഉണ്ട്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പ്രത്യേകിച്ച് വീണ്ടും ജനിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി ജനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. കാര്യം അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയാനുള്ള ഒത്തിരി പോസിബിലിറ്റി അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. അതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. പക്ഷെ പ്രോബ്ലം ഇതാണ്, അങ്ങനെ ജനിച്ച മക്കൾ അത് അവരുടെ രക്ഷയ്ക്ക് നിദാനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. പരീശന്മാരൊക്കെ നല്ല കുഞ്ഞുങ്ങളല്ലേ. നമ്മൾ ഈ പരീശന്മാരെ എപ്പോഴും കുറ്റം പറയുമെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഭയങ്കര പയസ്സായിട്ട് ജീവിച്ച ആളുകളാണ്. ഈ പരീശൻ, ഇപ്പം നമ്മൾ കളിയാക്കി പറയുന്ന പരീശൻ പോലും പറയുന്നത് എന്താണ്, ഞാൻ നീതി കെട്ടവനോ പിടിച്ചുകൊളിക്കാരനോ വ്യഭിചാരിയോ ഞാൻ അങ്ങനെയൊന്നും അല്ല, പിന്നെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നെടുനിൽക്കുകയും പതാരം കൊടുക്കുന്നു. അതിനെ മോശം കാര്യമാണോ? നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും നല്ല ആളുകളാണ്. ഈ പരീശന്മാരെ നമ്മൾ ഇത്രയും കുറ്റം പറഞ്ഞാലും പരീശന്മാരുടെ പശ്ചാത്തലം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വലിയൊരു കോസിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അതായത് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് സിറിയയുടെ രാജാവ് പലസ്തീൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ടോളമി രാജവംശമാണ്. അലക്സാണ്ടറിൻ്റെ 4 ജനറൽമാരിൽ ഒരാളായിരുന്നു ടോളമി. അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ ടോളമിയുടെ കീഴിലായിരുന്നു പലസ്തീൻ. എന്നാൽ ടോളമീസിനെ പരാജയപ്പെടുത്തി സെലൂക്കസ് രാജവംശം പലസ്തീൻ പിടിച്ചടക്കി. ആ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്നത്. ടോളമിയുടെ കീഴിൽ നല്ല റിലീജിയസ് ഫ്രീഡം അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ സെലൂക്കസ് രാജവംശത്തിൻ്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പോലെ പന്നിയെ യാഗം കഴിക്കുകയും അങ്ങനെയുള്ള അതായത് റിലീജിയസ് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായി തീർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനോട് എതിർത്ത് നിന്ന വേർപെട്ടവർ ഹസീദീം എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വേർപെട്ട കൂട്ടായ്മ, ഈ വേർപെട്ട കൂട്ടായ്മ അല്ലെങ്കിൽ വേർപെട്ട ജനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളാണ് എസേന്യർ അങ്ങനെയുള്ളവരായിരുന്നു. പരീശന്മാരും അതുപോലെയുള്ള ഹസീദീം ഈ വേർപെട്ടവരായിരുന്നു. എസേന്യർ കുറച്ചുകൂടെ മൊണാസ്റ്റിക് സ്റ്റൈലിൽ, അതായത് അവർ യഹൂദ്യ മരുഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ചാവുകടൽ അവിടെ ആ മരുഭൂമിയിൽ പോയി, ഡെഡ് സീയുടെ സൈഡിലുള്ള അവിടെ പോയി താമസിച്ച് ഒരു മൊണാസ്ട്രി പോലെ അവർ വേദപുസ്തകം പകർത്തി എഴുതുകയും വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പം അവർ സമൂഹത്തിൽ നിന്ന് അങ്ങ് മാറി കാര്യം ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിൽ ഇവർക്ക് വാസ്തവത്തിൽ റിലീജിയസ് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് അവർ ഓടിപ്പോയി വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിന്നവരാണ് ഈ എസേന്യർ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ നിന്ന ആളുകളാണ് പരീശന്മാർ. അവർ വേർപെട്ടവരാണ്. അവർ ഓടിപ്പോയി പോലുമില്ല. അതായത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ആത്മീയതയ്ക്ക് വേണ്ടി പോരാടിയവരാണ്. അത്രയ്ക്കും വേർപെട്ട പാരമ്പര്യം ആർക്കുണ്ട്? പരീശന്മാർക്ക് ഉണ്ട്. അവരന്ന് ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്.